ഇതല്ലേ രാഷ്ട്രീയം? അത് തന്നെയാണ് പൊളിറ്റിക്കൽ നെക്സസ്. അപ്പൊ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പറയാൻ തന്നെ തീരുമാനം. അതിനെ ഭയപ്പെടുത്തിയിട്ടും പേടിപ്പിച്ചിട്ടും ജയിലിലടിച്ചിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്ത് ജനങ്ങളോട് സംസാരിക്കും. അതിന് ദൈവം ഞങ്ങൾക്ക് തന്ന ചാൻസാണ് ഈ പറയുന്ന ചേലക്കര. ഈ തെരഞ്ഞെടുപ്പ് കൂടി ഇല്ലെങ്കിൽ ഈ സാധുക്കളെ കുറിച്ച് ആരറിയാനാ? ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നില്ലെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പത്രക്കാർക്ക് ഇങ്ങനെയൊരു നാട് കേരളത്തിലുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ സുധീർ അടിച്ചു കയറി മുന്നേറ്റി പോവുകയാണ്. എല്ലാ പാർട്ടിയിൽ നിന്നും ജനണ്ടല്ലോ ഇവിടെ. ആ ജനത്തിനെ മറന്നു ഇവര്. ഈ പൊളിറ്റിക്കൽ നെക്സസ് അവരാണ് ഒന്നിച്ച് വോട്ട് ചെയ്യുന്നത്. ആ വിജയം നമുക്കുണ്ടാകും. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ജനങ്ങളോട് പറയാൻ ഒരൊറ്റ ചാൻസ് 1.5 വർഷമാണ്. 1.5 വർഷത്തേക്കാണ്. ഞങ്ങൾ ഈ കണ്ടു കാണപ്പെട്ട ഈ പദ്ധതികൾ നടപ്പാക്കാൻ ഞങ്ങൾക്ക് രാഷ്ട്രീയ ബലം വേണം. ഇവിടെ പഞ്ചായത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന വീടിന് പെർമിറ്റ് കിട്ടണം. ആ പെർമിറ്റിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം. പിന്നെ നമ്പർ കിട്ടണം. പിന്നെ ഇലക്ട്രിസിറ്റി കിട്ടണം. റവന്യൂ ടാക്സ് കിട്ടണം. ഇതൊക്കെ തരാനുള്ളവർക്ക് എല്ലായിടത്തും ആരാണ്? ഇവർ തന്നെയാണ്. ഇപ്പോഴേ തടവ് തുടങ്ങി. അപ്പൊ ഒരാളെങ്കിലും, ഒരു ജനപ്രതിനിധിയെങ്കിലും ഈ കാര്യവുമായി ഓടി നടക്കാൻ ഈ നാട്ടിലുണ്ടാവണം. അത് ബഹുമാനപ്പെട്ട ജനങ്ങൾ അത് മനസ്സിലാക്കുന്ന ഞാൻ കരുതുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പത്രക്കാരെ, ജനങ്ങളെ, ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് 2 വാക്ക് പോലും പറയാൻ കഴിയാത്ത വിധം ഇവരിങ്ങനെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുധീർ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നില്ല ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ മിനിയാന്ന് വരെ 2,000 വോട്ടിന് പിറകിലായിരുന്നു. ഇന്നലത്തെ സർവേ റിപ്പോർട്ട് ഞങ്ങൾ ക്രോസ് ചെയ്തു 5,000. ഇന്ന് ജനതും കാണാണല്ലോ. നമുക്ക് നോക്കാം. ജനം ഇവിടെ തീരുമാനിക്കും. ജനം എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതിനെ ബഹുമാനിക്കാതെ അതിനങ്ങോട്ട് മുറിച്ചു കടത്ത് പോകാൻ നടത്തുന്ന ഈ നെക്സസിന്റെ ശ്രമം ജനങ്ങൾ പൊളിക്കും. അതുകൊണ്ട് ഈ പ്രതിസന്ധിയിലും പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം വന്നിട്ട് പോലും ഈ വിഷയത്തിൽ ഈ പത്രസമ്മേളനത്തിൽ വന്ന പത്രപ്രതിനിധികളെ, ആ റിസ്ക് എടുത്ത് വന്ന നിങ്ങളെ DMK-ക്ക് വേണ്ടിയും വ്യക്തിപരമായിട്ടും ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർ കടലാസ് കാണിച്ചു തരാൻ പറഞ്ഞില്ലേ? ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇത് ചോദിച്ച് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ എറണാകുളത്ത് ഹൈക്കോടതിയിലെ സീനിയർ ലോയേഴ്സുമായി ബന്ധപ്പെട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് വന്നത്. പിണറായി വിജയന് ഉപദേശം കൊടുക്കുന്നത് ആരാ എനിക്കറിയില്ല. മനസ്സിലായില്ലേ? അതെനിക്കറിയില്ല. അവിടെ ഉപദേശം കീഴ്വഴക്കം എന്ന് പറയുന്ന സംഗതി ആരുണ്ടാക്കിയ? എല്ലാത്തിന്റെയും ബേസ് നിയമമാണ്. കീഴ്വഴക്കം നാട്ടുകാരുണ്ടാക്കുന്ന കീഴ്വഴക്കത്തിൽ നടക്കുക നമ്മൾ. അത് ഓരോ സമയത്ത് ഓരോ സൗകര്യത്തിനനുസരിച്ച് കീഴ്വഴക്കം ഉണ്ടാക്കും രാഷ്ട്രീയക്കാർ കൂടിയിട്ട്. ഞാൻ ആ രാഷ്ട്രീയക്കാരൊപ്പമല്ല. ഇവിടുത്തെ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് നടക്കുന്നത്. ആ നിയമത്തിനെതിരാണെങ്കിൽ പറയട്ടെ. കീഴ്വഴക്കം എന്താ? ഈ തെരഞ്ഞെടുപ്പ് ഈ അങ്ങാടിയിലെ മുഴുവൻ ഈ പോസ്റ്ററും ബോർഡും വെച്ചിട്ട് എന്താ കീഴ്വഴക്കമുള്ള ഇവർ കാണാത്തത്? നിലമ്പൂർ ഞാനൊക്കെ മത്സരിക്കുമ്പോൾ ഇത് എടുത്തു ഒപ്പിക്കാറുണ്ടല്ലോ സ്ഥിരമായിട്ട്. ഈ നാട് മുഴുവൻ ചുമര് മുഴുവൻ ഒട്ടിച്ചിട്ട് പബ്ലിക് പ്ലേസിൽ കറുത്ത ടാറടിക്കും. ശുക്കൂറിന് അറിയാലോ. ഒരു സ്ഥലത്ത് അടിച്ചിട്ടുണ്ടോ? ഇലക്ട്രിക് പോസ്റ്റ് തന്നെ കാണൂല. അതിന്റെ മുകളിൽ ഇങ്ങനെ ഊഞ്ഞാലാടുക അവര് 3 ആൾ കൂടിയിട്ട്. എന്തൊരു ഊഞ്ഞാലാട്ടാണ്! ഇതൊന്നും കാണാതെ ഇങ്ങനെ പോവുക കണ്ണൂട്ടന്മാരായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ. പിന്നെ ഒരു സാധു ചെക്കനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് എന്താ കാര്യം? ആ സാധു എന്ത് ചെയ്യാനാ? അവന് നിവർത്തില്ല. അവന്റെ ഹയർ ഓഫീസേഴ്സ് പറയാ. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ ഹയർ ഓഫീസേഴ്സ് വരട്ടെ, ഈ സബ് കളക്ടർ വരട്ടെ, അല്ലെങ്കിൽ കളക്ടർ വരട്ടെ, നിയമം പഠിച്ചവരും അതിന് എക്സ്പീരിയൻസ് ഉള്ളവരും വരട്ടെ. വി വിൽ ഹാവ് ദ ഡിബേറ്റ്. എന്നിട്ട് ഞാൻ തെറ്റാണെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. അതല്ലേ ചെയ്യേണ്ടത്? അത് ഉറപ്പല്ലേ? ഇത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വിവേകിന് വിവരം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ അയാൾക്കൊരു വിവരമില്ല, ഒരു തർക്കമില്ല. ഒരു നോട്ടീസ് വരുമ്പോൾ അതിന്റെ സെക്ഷൻ ഏതില്ല? ഇന്ന സെക്ഷൻ പ്രകാരം ഇത് പത്രത്തിലെ വാർത്ത വരുന്നത് അത് കോപ്പി ചെയ്തിട്ട് ഇലക്ഷൻ വയലേഷൻ എന്ന് പറഞ്ഞ ഒരു വാറോളം നോട്ടീസും കൊണ്ടുവന്നാൽ PV Anwar ഇതൊക്കെ ഇട്ട് എറിഞ്ഞിട്ട് പോകണോ? നിങ്ങൾ വേറെ ആളെ നോക്കണം. ഇലക്ഷൻ കമ്മീഷൻ നടക്കൂലത്. നിയമം എല്ലാവർക്കും ഒന്നാണ്. അതവിടെ ഉണ്ടായിട്ടുള്ളത്. ബാക്കി കുറച്ച് പറയാനുണ്ട്, നമുക്ക് പിന്നെ പറയാം. മനസ്സിലായില്ലേ? പറച്ചിൽ തുടരാം നമുക്ക്. എന്തായാലും നമ്മുടെ മലയോര ജാഥക്ക് ദയവായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം. 10-25 ദിവസം ഉണ്ടാവും. ഇതിൽ പലരും മലയോര ഭാഗത്തുനിന്ന് വരുന്ന മനുഷ്യരുണ്ട്. മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കാനൊരു മാർഗമില്ല. നമ്മുടെ മന്ത്രി ഉണ്ടല്ലോ, ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി, എന്റെ വാപ്പാന്റെ അനുയായിയാണ്. എനിക്ക് ഭയങ്കര ബഹുമാനം വ്യക്തിയ. വീട്ടിൽ മാസങ്ങളോളം താമസിച്ചിട്ടില്ല. എന്റെ സഹോദരനെ പോലെ ജ്യേഷ്ഠനെ പോലെയാണ് അദ്ദേഹം. അത് നടക്കില്ല. എന്റെ ജ്യേഷ്ഠൻ NCP-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്.
അവർ എന്താ പറയാ ആ ഫാമിലി റിലേഷന്റെ ഭാഗം. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം വയനാട്ടിലെ ഈ ഇഷ്യൂ ടി സിദ്ദീഖ് സബ്മിഷനായി ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? അദ്ദേഹം നീട്ടിട്ട് പറഞ്ഞു, ഞാൻ വനം വന്യജീവ് വകുപ്പ് മന്ത്രിയാണ്, എനിക്ക് മൃഗങ്ങളെയും മരങ്ങളെയും കാടും സംരക്ഷിക്കാനാണ് എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എനിക്ക് മനുഷ്യരെ സംരക്ഷിക്കാൻ ബാധ്യതയില്ല എന്നല്ലേ അതിന്റെ മറ്റേ അർത്ഥം? പിണറായി പറഞ്ഞ പോലെ ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ പോലീസിന്റെ ഇടപെടൽ വലിയ പ്രയാസങ്ങൾ കള്ളക്കടത്തുകാർക്ക് സൃഷ്ടിക്കുന്നുണ്ട്. അവരാണോ ഈ പരാതിയുടെ പിന്നിലെന്ന് പരിശോധിക്കണം. അപ്പൊ പത്രക്കാരായ നിങ്ങളെ ചോദ്യം അതാരാ? PV അൻവറാണോ? അത് എനക്കറിയില്ല അല്ലേ എന്ന് പറഞ്ഞ പോലെയല്ലേ ഈ പറഞ്ഞ ശശീന്ദ്രന്റെ മറുപടി? ഞാൻ വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ ഇനി ഇവിടെ മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രി കൂടി വേണം. ഞങ്ങൾ ഈ പറയുന്ന സമരജാതിയിൽ ഉന്നയിക്കാൻ പോകുന്ന ഒരു പ്രധാന വിഷയം മനുഷ്യരെ സംരക്ഷിക്കാൻ ആരില്ലെന്ന്. അപ്പൊ ഒരു മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രി കൂടി കേരളത്തിന് അടിയന്തരമായിട്ട് വേണം. അതും ഞങ്ങളുടെ ഈ സമരജാഥയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ദയവായി അതിൽ രാഷ്ട്രീയം കാണരുത്. ഞങ്ങളിപ്പോൾ എന്തായാലും രാഷ്ട്രീയത്തേക്കൊന്നുമില്ല. ഈ 2-3 സമരം നടത്തട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫെബ്രുവരി 1st വീക്കിൽ ജാതി സെൻസസ് നടത്തണം എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് ജാഥയുണ്ട്. ഭാഗികമായി നടത്തിയ സംസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ദളിതർക്കും പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി ഇങ്ങനെ വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക എല്ലാ മുന്നണികളും. ഒരു സ്റ്റെപ്പ് എടുക്കാൻ അവർ തയ്യാറില്ല. അർഹതപ്പെട്ട പലരും ഈ ജാതി സെൻസസ് നടത്തി റിസർവേഷൻ സ്ഥാപിക്കേണ്ട വിഷയത്തിൽ ഇവർക്കറിയാം, പലർക്കും പോവും. പലർക്കും ഇപ്പോ പല വഴിക്ക് വളഞ്ഞ വഴികളിലൂടെ ഈ നെക്സസിന്റെ ഭാഗമായിട്ട് അമ്മോന്റെ മക്കളും അമ്മായിന്റെ മക്കളും കോൺഗ്രസ്സുകാരും ലീഗുകാരും BJPയും CPM ഒക്കെ ആരാ? ഈ താൽക്കാലിക ജീവനക്കാരാരാ? അമ്മോന്റെ മക്കള് അമ്മായിന്റെ മക്കള് അല്ലേ? ഇതാണ് ഇടപാട്. അപ്പൊ ഇതിലൊന്നും ആരും വരൂല. അവിടെ നെക്സസ് ആണ്. മനസ്സിലായില്ലേ? കാരണം അവനാന്റെ കാര്യം നടക്കണം. ഈ ഏർപ്പാടിനെതിരെയാണ് ഞങ്ങളുടെ സമരം. ആ സമരം ഞങ്ങൾ ആരംഭിക്കും. ആദ്യത്തെ സമരം ഈ പറഞ്ഞതുപോലെ ഈ മലയോര മേഖലയിലെ വിഷയമാണ്. അത് കഴിഞ്ഞ ആ ജാഥ അവസാനിച്ച് ഒരാഴ്ച ഞങ്ങൾ റെസ്റ്റ് എടുത്താൽ പിന്നെ ഞങ്ങൾ ജാഥ തുടങ്ങുന്ന തിരുവനന്തപുരത്തു നിന്നാണ് കാസർഗോഡേക്ക് 45 ദിവസം നീണ്ടു നിൽക്കുന്നത്. അത് ജാതി സെൻസസ് നടത്തി ഈ സംവരണം ഉറപ്പുവെക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മലബാറിന്റെ അണ്ടർ ഡെവലപ്മെന്റ് അത് ഞങ്ങൾ മാർച്ച് ഏപ്രിലിൽ നടത്തും. നമുക്കറിയാം തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് കാസർകോട്ടേക്ക് ഉള്ള വികസനം വേറെ രീതിയിലും എറണാകുളം തൊട്ട് അങ്ങോട്ടുള്ള വികസനം വേറെ രീതിയിലാണ്. അത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം തൊട്ടേ അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ആരോഗ്യരംഗത്ത് വലിയ പിന്നോക്കാവസ്ഥയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കാവസ്ഥ ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എണ്ണക്കുറവുണ്ട്. ഇപ്പൊ മലപ്പുറത്ത് 16 MLA-മാരാ ഞങ്ങള്. 50-55 ലക്ഷം റുപ്യ ജനങ്ങള് മലപ്പുറത്തുണ്ട്. ഒരു കലക്ടറാണ്. വയനാട്ടിൽ 3 നിയോജക മണ്ഡല 12-15 ലക്ഷം ജനാലുള്ളത്. അവിടെ ഒരു കലക്ടറാ. 60 ലക്ഷം ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു കലക്ടർ, 12 ലക്ഷം ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു കലക്ടർ. ഇടുക്കിയിൽ ആകെ 20 ലക്ഷം, അവിടെ ഒരു കലക്ടറാണ്. പത്തനംതിട്ടയിൽ 18-20 ലക്ഷമാണ്. അപ്പൊ 60 ലക്ഷം ആളുകൾക്ക് ഈ പറയുന്ന 3 ലക്ഷം അല്ലെങ്കിൽ 3 കോൺസ്റ്റിറ്റ്യുവൻസി അല്ലെങ്കിൽ 15 ലക്ഷം 20 ലക്ഷം ആളുകൾ താമസിക്കുന്ന ജില്ലയിലെ ആനുകൂല്യങ്ങളാണ് കിട്ടുന്നത്, സൗകര്യമാണ് കിട്ടുന്നത്. ഈ വയനാടും പത്തനംതിട്ടയും ഇടുക്കിയും ചേർന്നാൽ എല്ലാം കൂടെ ചേർന്നാൽ 35 ലക്ഷം ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ശ്വാസം മുട്ടുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ സീറ്റില്ല, കോളേജിൽ പോകാൻ മാർഗമില്ല. മലബാർ അണ്ടർ ഡെവലപ്മെന്റ് പറഞ്ഞ വലിയ പ്രശ്നമാണ്. അപ്പൊ മൂന്നാമതായിട്ട് DMK ഏപ്രിൽ മേയോട് കൂടി ഞങ്ങൾ മഴയ്ക്ക് മുന്നായി ഏറ്റെടുക്കുന്നത് ഈ പറയുന്ന മലബാർ അണ്ടർ ഡെവലപ്മെന്റ് വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലെത്തിച്ച് ഭരണാധികാരികളുടെ മുന്നിലെത്തിച്ച് ഈ 7 ജില്ലകൾക്കുണ്ടായി, പാലക്കാട് അടക്കം തൃശ്ശൂർ അടക്കം ഉണ്ടായിട്ടുള്ള പിന്നോക്കാവസ്ഥ ഞങ്ങൾ നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. അതിന് റിസർച്ച് ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ 1.5 മാസമായിട്ട്. എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മകൾ, എവിടെയാണ് ഈ പാർഷ്യാലിറ്റി കിടക്കുന്നത്, അതെങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്, വിശദമായ ഒരു ടീം റിസർച്ച് നടത്തി ഡെയിലി അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂർ ഡെയിലി അവരോട് ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിന്റെ അടിയിൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഈ 3 സമരജാഥകൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി. പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ പോലീസ് കയറി വന്ന് നിങ്ങളൊന്ന് അന്തം വിട്ടുക സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ പോസ്റ്റ്മോർട്ടം അപകട മരണങ്ങളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്? എന്തിനാ? ആ വ്യക്തി എങ്ങനെയാണെന്ന് മരിച്ചത് അറിയാനാണ്. അതാണ് പോസ്റ്റ്മോർട്ടം. അപ്പൊ ഈ വാഹനങ്ങൾ ഈ കൂട്ടിയിടിച്ച് നടു റോഡിൽ മനുഷ്യനിങ്ങനെ യുദ്ധക്കളം പോലെ മരിച്ചു വീഴുക, ആ ഷോക്കായ ന്യൂസ് ആ കുടുംബത്തിന് കിട്ടി. അവരത് കേട്ട് വരുമ്പോൾ പിന്നെ നേരെ കൊണ്ടുവന്ന് അങ്ങോട്ടാ ആശുപത്രിക്ക്.